ഹലോ ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയോഡ്സ് ആൻഡ് സെനർ ഡയോഡ്സിൻ്റെ MCQസുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. A semiconductor diode allows current to flow when it is. ഒരു സെമി കണ്ടക്ടർ ഡയോഡ് എപ്പോഴാണ് കറണ്ട് ഫ്ലോ അനുവദിക്കുന്നത്? നമുക്കറിയാം, ഫോർവേഡ് ബയസ് ആവുമ്പോഴാണ് ഒരു സെമി കണ്ടക്ടർ ഡയോഡ് കറണ്ട് ഫ്ലോ അലൗ ചെയ്യുക, അല്ലേ? റിവേഴ്സ് ബയസ് ആവുമ്പോൾ അവിടെ കറണ്ട് ഫ്ലോ വളരെ ലോ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, റിവേഴ്സ് ബയസ്ഡ് ആണോ, ഫോർവേഡ് ബയസ്ഡ് ആണോ, ഇൻ ബോത്ത് ഡയറക്ഷൻസ് ആണോ, നോട്ട് കണക്റ്റഡ് ടു എ സർക്യൂട്ട് ആണോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും ബി ആണ് ഇവിടെ ആൻസർ, അല്ലേ? എന്തുകൊണ്ടാണ്? എ ഡയോഡ് കണ്ടക്ട്സ് കറണ്ട് ഓൺലി വെൻ ഇറ്റ് ഇസ് ഫോർവേഡ് ബയസ്ഡ്. പി സൈഡ് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ and N side is connected to the negative terminal. In reverse bias, only a negligible leakage current flows. Okay, അപ്പോൾ ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയോഡിൻ്റെ പി ടെർമിനൽ എന്ന് പറയുന്നത്, പി സൈഡ് എന്ന് പറയുന്നത് ആനോഡ്. ഇവിടെ ഇത് ആനോഡ് എന്ന് പറയുന്ന ആള് എങ്ങോട്ട് കണക്ട് ആയിട്ടുണ്ടാവും? ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും. കാത്തോഡ് എന്ന് പറയുന്ന നെഗറ്റീവ് സൈഡ് എങ്ങോട്ട്? നെഗറ്റീവിലേക്കും കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഡയോഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, ഡയോഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയും അതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത് പി ടൈപ്പിലേക്ക്, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരുന്നതിനെയാണ് ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത് തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ബാറ്ററിയും പോസിറ്റീവ് പാർട്ട് ഓഫ് ദി ബാറ്ററി എവിടെയാണ് കണക്ട് ചെയ്യുക? ഡയോഡിൻ്റെ കാഥോഡിലേക്കും കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുക? റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറയുക. ആ സമയത്ത് വളരെ ചെറിയൊരു കറണ്ട്, ഒരു നെഗ്ലിജിബിൾ ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കാരണം മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. പക്ഷേ ഇവിടെ ഫോർവേഡ് ബയസിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? മെജോറിറ്റി കാരിയേഴ്സ് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയസ് ആണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇത്. ഓക്കെ, ഇനി അടുത്തത്, വെൻ എ ഡയോഡ് ഇസ് റിവേഴ്സ് ബയാസ് ദ കറണ്ട് ത്രൂ ദ ഡയോഡ് ഈസ് സീറോ. അല്ല, സീറോ ഒന്നും ആയിരിക്കില്ല, അല്ലേ? നമുക്ക് ഒരു ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഇത് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് വോൾട്ടേജ് വേഴ്സസ് കറണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതാണ് റിവേഴ്സ് ബയസ് ക്യാര എന്ന് പറയുന്നത്. റിവേഴ്സ് ബയസ് ക്യാരയ്ക്കകത്ത് എന്താ? ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വരെ എന്താണ്? ഒരു ചെറിയ കറണ്ട് വരുന്നുണ്ട്, അല്ലേ? ഈ വോൾട്ടേജ് വരെ, വി ബി എന്ന് പറയുന്ന റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ ഒരു ചെറിയ ഇച്ചിരി പോലും കറണ്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ്, കേട്ടോ. അപ്പോൾ സീറോ ആണോ? സീറോ അല്ല. മെജോറിറ്റി കാരിയേഴ്സ് കാരണമാണോ? അല്ല, ഡ്യൂ ടു minority carriers. Okay, in reverse bias, majority carriers are repelled from the junction, so only a small reverse saturation current flows due to minority carriers. Okay, അടുത്ത ചോദ്യം, the depletion region in a PN junction is formed due to. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എപ്പോഴാണ് ഫോം ആവുക? മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിൽ തന്നെ അത് ഫോം ആവും, കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിലേ ഫോം ആവും, അല്ലാണ്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ, ലാബിൽ യൂസ് ചെയ്യുമ്പോൾ ബയസ് കൊടുക്കുമ്പോഴൊന്നും അല്ല ആ ഡിപ്ലീഷൻ ലെയർ ഫോം ആവുക. ഓക്കെ, മാനുഫാക്ചറിങ് ടൈമിലേ അത് ഫോം ആവും. അതെന്തുകൊണ്ടാണ് ഫോം ആവുന്നത്? ഇവിടെ കുറേ അയോൺസ് ഉണ്ട്. ഓക്കെ, അയോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺ പോവുകയോ അതിനൊരു ഇലക്ട്രോൺ കൂടുകയോ ചെയ്യുമ്പോൾ, അതായത് അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലാതെ ആകുമ്പോൾ അതിനെ നമ്മൾ അയോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, പോസിറ്റീവ് അയോൺസും ഉണ്ടാവും, നെഗറ്റീവ് അയോൺസും ഉണ്ടാവും. അപ്പോൾ പിയുടെ അടുത്തായിട്ട് കുറേ നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്നിനോട് അടുത്തായിട്ട് കുറേ പോസിറ്റീവ് അയോണുകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ്? ഈ അയോണുകൾ എന്ന് പറയുന്ന ആൾക്ക് അവർക്ക് ചാർജ് കാരിയേഴ്സ് ഇല്ല. മൊബൈലായിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ആണ് മൊബൈലായിട്ടുള്ള ആളുകൾ. അതായത് ഇലക്ട്രോൺസും ഹോൾസും ആണ് ഈ കൊടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ അയോണുകൾ അനങ്ങൂല, അനങ്ങാപ്പാറകളാണ്. അപ്പോൾ അതെന്താണ്? ഇമ്മൊബൈലാണ്. ഓക്കെ, അപ്പോൾ ഇമ്മൊബൈലായിട്ടുള്ള അയോണുകളാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ, വോൾട്ടേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ബാരിയർ കടന്നു കഴിഞ്ഞാലേ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയസിൽ കറണ്ട് പാസ് ചെയ്യുകയുള്ളൂ, അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുകയുള്ളൂ. അതിനെയാണ് ഈ പറയുന്നത്. ഇവിടുത്തെ ഒരു സിലിക്കണൊക്കെ നമ്മൾ പറയില്ലേ, ഒരു 0.7 വോൾട്ട് കഴിഞ്ഞാലേ സിലിക്കൺ മര്യാദയ്ക്ക് ആ ത്രഷോൾഡ് കഴിഞ്ഞാലേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 മുതൽ സിലിക്കൺ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇത് തെറ്റാണ്. ഓക്കെ, സിലിക്കൺ കണ്ടക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു
ചെറിയൊരു ത്രെഷോൾഡ് കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വരുന്നത്, അങ്ങനെ ഒരു ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് അവിടെ എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബിൽട്ടിൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയും ആ ബിൽട്ടിൻ പൊട്ടൻഷ്യൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലേ അത് ബ്രേക്ക് ചെയ്താലേ ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒപ്പോസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടല്ലോ അതിനെ ബ്രേക്ക് ചെയ്താലേ, അപ്പോൾ അതിനെയാണ് ഒരു ബിൽഡിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്താലേ എന്ത് സംഭവിക്കുള്ളൂ? സിലിക്കൺ ആയാലും ജെർമേനിയം ആയാലും ഏതൊരു സെമി കണ്ടക്ടർ ആയാലും കണ്ടക്ട് ചെയ്ത് തുടങ്ങുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ ഒരു ഇമ്മൊബൈൽ അയോൺസ് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഡിപ്ലീഷൻ റീജിയൻ ഇൻ എ PN ജംഗ്ഷൻ ഈസ് ഫോംഡ് ഡ്യൂ ടു മൊബൈൽ ചാർജ് കാരിയേഴ്സ്. അല്ല, മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഇല്ല, അത് ഡിപ്ലീറ്റഡ് ആയി. മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഡിപ്ലീറ്റഡ് ആവുന്നത് കൊണ്ടാണ്, ഡിപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ആവുക, അതുകൊണ്ടാണ് അതിന് ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത് തന്നെ. ഇനി ഫിക്സഡ് അയോൺസ് ആണോ ഈതർ സൈഡ് ഓഫ് ദ ജംഗ്ഷൻ? അതെ, അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട്, ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോണുകൾ ഉണ്ട് ജംഗ്ഷൻ്റെ അപ്പുറത്തും. മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഓൺലി ഇല്ല. ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ ഡിപ്ലീഷൻ റീജിയൻ വിളിക്കില്ലല്ലോ. മൂവ്മെന്റ് ഓഫ് ഹോൾസ് ഓൺലി, ഒരു ഫോളും ഇല്ല അവിടെ. ഓക്കെ, വെൻ എ ജംഗ്ഷൻ ഇസ് ഫോംഡ്, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് റീകമ്പൈൻ നിയർ ദ ബൗണ്ടറി ലീവിംഗ് ബിഹൈൻഡ് ഇമ്മൊബൈൽ അയോൺസ് ക്രിയേറ്റിംഗ് ഡിപ്ലീഷൻ റീജിയൻ ദാറ്റ് ആക്ട്സ് ആസ് എ ബാരിയർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. The current voltage characteristic of a diode in reverse bias is almost. അപ്പോൾ IV കാര എങ്ങനെയാണ്? റിവേഴ്സ് ബയസിലത്തെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയസിൽ വോൾട്ടേജ് ഇങ്ങനെയും കറണ്ട് ഇങ്ങനെയും വരുമ്പോൾ ഇതാണ് റിവേഴ്സ് ബയസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ലീനിയർ ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റിൻ്റെ ഒപ്പം തന്നെ വൈ കോർഡിനേറ്റ് മാറണം, അതാണ് ലീനിയർ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ലീനിയർ എന്ന് പറയുന്നത്. ഇത് ലീനിയർ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്, ഇത് ലീനിയർ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ അതല്ല, ലീനിയർ അല്ല എന്ന് മനസ്സിലായി. കോൺസ്റ്റന്റ് ആൻഡ് സ്മോൾ അൺടിൽ ബ്രേക്ക് ഡൗൺ. അതെ, കോൺസ്റ്റന്റ് ആണ്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, ആൻഡ് വളരെ ചെറുതുമാണ് അല്ലേ. ചെറിയൊരു കറണ്ട് ഇവിടെ അല്ലേ വരുന്നുള്ളൂ, IS എന്ന് പറയുന്ന ഒരു ചെറിയ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടേ വരുന്നുള്ളൂ. അത് ചെറുതുമാണ്, ബ്രേക്ക് ഡൗൺ വരെ വളരെ ചെറുതായിട്ട് സ്മോൾ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കറണ്ടാണ് കേട്ടോ. അതിനുശേഷം കറണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ എന്ത് സംഭവിക്കും? ഒരൊറ്റ കറണ്ട് അങ്ങോട്ട് പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ B ആണ് ഇവിടെ ഉത്തരം കേട്ടോ. പാരാബോളിക് അല്ല, ഓസിലേറ്ററിയും അല്ല, പാരാബോളിക്കും അല്ല, ഓസിലേറ്ററി അല്ല. ഇൻ റിവേഴ്സ് ബയാസ് കറണ്ട് റിമെയിൻസ് വെരി സ്മോൾ ആൻഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അൺടിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജസ് റീച്ച്ഡ്. ഓക്കെ, അപ്പോൾ B ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം. The Zener diode operates in which region of its VI characteristic? അപ്പോൾ Zener diode എന്ന് പറയുന്ന ആളാരാ? Zener എന്ന് പറയുന്നത് ഈ റിവേഴ്സ് ബയാസിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വരുമ്പോൾ ഉണ്ടല്ലോ, ആ സമയത്ത് ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ ശരിക്കും അത് കത്തിപ്പോവാതെ നമ്മൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ, മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയസിലാണോ അത് വർക്ക് ചെയ്യുക? ഫോർവേഡ് ബയസിൽ സാധാരണ ഡയോഡ് പോലെ അത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊന്നും അവിടെ വരുന്നില്ല സെനറിന് കേട്ടോ. പക്ഷേ റിവേഴ്സ് ബയാസ് റീജിയനിൽ ബിഫോർ ബ്രേക്ക് ഡൗണിലാണോ? അവിടെയല്ല, ബിഫോർ ബ്രേക്ക് ഡൗണിലും അതിൻ്റെ വലിയ പർപ്പസ് ഒന്നും വരുന്നില്ല. ഇവിടെയും അല്ല, ഈ ഭാഗവുമല്ല. ഏത് ഭാഗത്താണ് അത് വർക്ക് ചെയ്യുക? ഈ ഭാഗം. ഏത്? റിവേഴ്സ് ബയാസ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ. ഓക്കെ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് അത് വർക്ക് ചെയ്യുക, കട്ട് ഓഫ് റീജിയനിലും അല്ല. ഓക്കെ, Zener diode സ്പെഷ്യലി ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ഇൻ ദ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ സേഫ്ലി ആൻഡ് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് വോൾട്ടേജ് അക്രോസ് ഇറ്റ്. ഓക്കെ, റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ Zener diode എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു Zener 5.6ൻ്റെ Zener ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.6 വോൾട്ടേജ് ആണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? അതിന് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എത്ര വോൾട്ടേജ് കൂടുതൽ കൊടുത്താലും എന്ത് സംഭവിക്കും? വോൾട്ടേജ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, കറണ്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ വോൾട്ടേജ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ 5.6 വോൾട്ടിൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതായിരിക്കും. അപ്പോൾ 5.6 വോൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ്. അപ്പോൾ ആ 5.6 വോൾട്ടിൽ ബ്രേക്ക് ഡൗണിൽ വളരെ സേഫായിട്ട് വർക്ക് ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ Zener. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതുപോലത്തെ ഉള്ള ഡോപ്പിംഗ് ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അടുത്ത ചോദ്യം. In a Zener diode, if reverse voltage increases beyond the Zener voltage, the കറണ്ടിന് എന്താണ് സംഭവിക്കുക? നമ്മളിപ്പോൾ കണ്ടതുപോലെ Zener വോൾട്ടേജിന് മുകളിലേക്ക് പോകുമ്പോൾ, ഈ Zener വോൾട്ടേജ് എന്ന് പറയുന്ന VZ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്ന ഈ വോൾട്ടേജിന് മുകളിലേക്ക് പോകുമ്പോൾ കറണ്ടിന് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? I എന്ന് പറയുന്ന
വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ബയസ് റീജിയനിൽ കറണ്ടിന് ഇവിടെ എന്ത് സംഭവിച്ചു? കറണ്ട് വളരെ വളരെ ഷാർപ്പായിട്ട് കൂടുന്നുണ്ട് അല്ലേ? ഇത് കണ്ടോ, വലിയൊരു വാല്യൂ ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഡിക്രീസസ് ടു സീറോ അല്ല, സീറോ ആവുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസസ് ഷാർപ്ലി. അതെ, ഇത് ഇൻക്രീസസ് ഷാർപ്ലി. റിമെയിൻസ് കോൺസ്റ്റന്റ്? നോ. ഓസിലേറ്റ്സ്? നോ. ഓക്കെ, സോ വെൻ റിവേഴ്സ് വോൾട്ടേജ് റീച്ചസ് ഇസ് എനർ വോൾട്ടേജ് വി എക്സ് അല്ലെങ്കിൽ വി സെഡ് എന്നാണ് വിളിക്കുക നമ്മൾ. ദ ഡയോഡ് കണ്ടക്ട്സ് heavily to prevent further voltage rise, hence the current increases sharply. Okay, current പെട്ടെന്ന് നല്ലോണം കൂടും. ഓക്കെ, എന്നാലും സെനർ സേഫ് ആയിരിക്കും, അത് കത്തിപ്പോകുന്നില്ല. അത് അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സേഫ് ആയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ഡയോഡ് ആക്ട്സ് ആസ് എ, ഡയോഡ് എന്താണ്? ഒരു ബൈലാറ്ററൽ ഡിവൈസ് ആണോ? അല്ല, അതൊരു ബൈലാറ്ററൽ ഡിവൈസ് അല്ല. ഓക്കെ, യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണോ? അതെ, ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഒരു ബൈ ഡയറക്ഷണൽ ആംപ്ലിഫയർ ആണോ? അല്ല. ഒരു റെസിസ്റ്റർ ആണോ? അല്ല. ഓക്കെ, ഡയോഡ് എന്ന് പറയുന്ന ആളെന്താ? അത് ഒരേ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലേ? നമ്മൾ പറഞ്ഞു ഫോർവേഡ് ബയസിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയസിൽ അത് കണ്ടക്ട് ചെയ്യില്ല, നോ കണ്ടക്ഷൻ ആണ്. അപ്പോൾ ഫോർവേഡ് ബയസിൽ നമ്മൾ എന്ത് പറയുന്ന അറിയോ? ഇതിനൊരു ക്ലോസ്ഡ് സ്വിച്ച് ആണ് എന്ന് പറയും. ഓക്കെ, ക്ലോസ്ഡ് സ്വിച്ച് അനലോഗിയാണ് നമ്മൾ അവിടെ പറയുക കേട്ടോ ഫോർവേഡ് ബയസിൽ. റിവേഴ്സ് ബയസിൽ നമ്മൾ പറയുക അതിനെ ഒരു ഓപ്പൺ സ്വിച്ച് ആണ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ആൻ ഓപ്പൺ സ്വിച്ച്. റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്വിച്ച് പോലെയും ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ കണ്ടക്ഷൻ ഉണ്ട്, ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ ഷോർട്ടഡ് ആണ് എന്ന് നമ്മൾ പറയും കേട്ടോ. റിവേഴ്സ് ബയസിലാണെങ്കിലോ ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ച് ആണെന്നും പറയും. അപ്പോൾ യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഒരു ഡയോഡ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇറ്റ് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ഓൺലി ഇൻ ഫോർവേഡ് ബയസ്, ഇറ്റ് ബ്ലോക്സ് കറണ്ട് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ അതിനെ യൂണി ഡയറക്ഷണൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി എന്താണ് ഒരു യൂണിലാറ്ററൽ ഡിവൈസ് എന്ന് പറയുന്നത്? ഒരു യൂണിലാറ്ററൽ ഡിവൈസ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് കറണ്ട് ടു ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. അത് ശരിയാണ്, നമ്മൾ ഡയോഡിനെയും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിലാറ്ററൽ ഡിവൈസ് ആണെന്നും കൂടെ നമുക്കിവിടെ പറയാം കേട്ടോ. ബൈലാറ്ററൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, യൂണി ഡയറക്ഷണൽ എന്നൊരു അർത്ഥം തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ബൈലാറ്ററൽ എന്ന് പറയാൻ പറ്റില്ല, യൂണിലാറ്ററൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂണിലാറ്ററൽ ഡിവൈസ് ആണ്. ഓക്കെ, ഡയോഡ് ലീനിയർ അല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള ഡിവൈസും കൂടെ ആണ് ഒരു ഡയോഡ് എന്ന് പറയുന്നത്. പിന്നെ ഡയോഡിനെ കുറിച്ച് എന്ത് പറയാം? ഇതൊരു ആക്റ്റീവ് ഡിവൈസ് ആണെന്നും കൂടെ പറയാം. പാസീവ് ആയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണ്? പാസീവ് ആയിട്ടുള്ള ഡിവൈസസ് ആർ, എൽ, സി, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇൻഡക്ടേഴ്സിൽ ട്രാൻസ്ഫോമേഴ്സും വരും കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. When testing a diode with a multimeter, a good diode shows. അപ്പോൾ ഒരു ഡയോഡിനെ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് റീഡിങ് കാണിക്കേണ്ടത്? രണ്ട് സ്ഥലങ്ങളിലും, രണ്ട് ഡയറക്ഷൻസിലും ഹൈ റെസിസ്റ്റൻസ് കാണിക്കണോ, രണ്ട് ഡയറക്ഷൻസിലും ലോ റെസിസ്റ്റൻസ് കാണിക്കണോ, അതോ അതെങ്ങനെയാണ് കാണിക്കേണ്ടത്? നമുക്കറിയാം, അത് ഫോർവേഡ് ബയസ്ഡ് ആവുമ്പോൾ നമ്മൾ ലീഡുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണിക്കേണ്ടത്? ഈ സമയത്ത് ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആണ്, അതായത് കണ്ടക്ഷൻ ഉണ്ട്, അതായത് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട് നല്ലോണം. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ലോ ആയിരിക്കും, ലോ റെസിസ്റ്റൻസ് ആണ് ഫോർവേഡ് ബയസിൽ. ഇനി നമ്മൾ ലീഡുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ബയസ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതായത് കണ്ടക്ട് ചെയ്യുന്നില്ല, ഒട്ടും കറണ്ട് വരുന്നില്ലല്ലോ, കറണ്ട് വളരെ കുറവല്ലേ. കറണ്ട് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ബോത്ത് ഡയറക്ഷൻസ് അല്ല, ലോ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് അല്ല, ലോ റെസിസ്റ്റൻസ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഹൈ ഇൻ ദി അതർ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്. ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് അങ്ങനെയൊന്നും ആവില്ല. ഓക്കെ, ഹെൽത്തി ഡയോഡ് കണ്ടക്ട്സ്, അതായത് ലോ റെസിസ്റ്റൻസ് ഇൻ ദ ഫോർവേഡ് ബയസ് ആൻഡ് ബ്ലോക്സ്, അതായത് ഹൈ റെസിസ്റ്റൻസ് ഇൻ ദ റിവേഴ്സ് ബയാസ്. ഓക്കെ, അങ്ങനെയായിരിക്കും അവിടെ ഡയോഡ് മൾട്ടിമീറ്റർ ടെസ്റ്റിങ്ങിൽ കാണിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, റിവേഴ്സ് റിക്കവറി ടൈം ഓഫ് എ ഡയോഡ് ഇസ് എ ടൈം റിക്വയർഡ് ഫോർ. റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിൻ്റെ എന്ത് ടൈമാണെന്നാണ് ചോദിക്കുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നറിയോ? അത് ഓഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്, റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത് ദ ഡയോഡ് ടൈം റിക്വയർഡ് ഫോർ ദ ഡയോഡ് ടു ടേൺ ഓൺ അല്ല, ഡയോഡ് ടു ടേൺ ഓഫ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ
ഫോർവേഡ് കണ്ടക്ഷൻ. ഇതാണ് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവാനുള്ള സമയത്തിനെയാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത് നമ്മൾ. അതേപോലെ തന്നെ ഡയോഡ് ടു റീച്ച് ബ്രേക്ക് ഡൗൺ അല്ല, ബ്രേക്ക് ഡൗൺ എത്താനുള്ള ഇതല്ല, ജംഗ്ഷൻ ടു ഹീറ്റ് അപ്പ് അതുമല്ല. Okay, but when a diode switches from forward to reverse bias, a small time elapses before reverse current ceases. This is the reverse recovery time. It is important in high speed switching circuits. Okay, അപ്പോൾ ഓഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കംപ്ലീറ്റ്ലി ഓഫ് ആവാനുള്ള സമയത്തിനാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, the breakdown voltage of a Zener diode depends mainly on ഫോർവേഡ് കറണ്ട് ആണോ, ഡോപ്പിംഗ് ലെവൽ ഓഫ് ദി ജംഗ്ഷൻ ആണോ, ടെമ്പറേച്ചർ ആണോ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സെനർ ഡയോഡിൻ്റെ ഉണ്ടല്ലോ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡോപ്പിംഗ് ലെവലിനെയാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ജംഗ്ഷനുകളാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ജംഗ്ഷനുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ജംഗ്ഷൻ്റെ ഉണ്ടല്ലോ, ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ ഹെവിലി ഡോപ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലെയറിൻ്റെ ഡിപ്ലീഷൻ വിഡ്ത്ത് ഉണ്ടല്ലോ വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഡോപ്പിംഗ് ലെവലും ഡിപ്ലീഷൻ വിഡ്ത്തും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡോപ്പിംഗ് ലെവൽ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിപ്ലീഷൻ വിഡ്ത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോപ്പിംഗ് ലെവൽ കൂടുന്തോറും ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുത്താൽ തന്നെ ഇവിടെ ചെറിയൊരു വിഡ്ത്ത് അല്ലേ ഉള്ളൂ, ചെറിയൊരു ഫിസിക്കൽ ബാരിയർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും അത് ബ്രേക്ക് ഡൗൺ ആയി പോകും. ഓക്കെ, അതിനെയാണ് സെനർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെനർ എന്ന് പറയുന്നത്, സെനറിന് ഇങ്ങനെയും അവലാഞ്ചിനെ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. അതായത് അവലാഞ്ചിക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡോപ്പിംഗ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവലാഞ്ചി ഡയോഡ്സ് എന്ന് പറയുന്നത്, അവിടെ അവലാഞ്ചി ഇഫക്റ്റ് ഉപയോഗിക്കുന്ന ഡയോഡ്സുകളിൽ അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിപ്ലീഷൻ വിഡ്ത്ത് ഉണ്ടല്ലോ അത് വളരെ കൂടുതലായിരിക്കും. അപ്പം നല്ലോണം ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുക്കണം ഇതൊന്നും ബ്രേക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവലാഞ്ചി ഇഫക്റ്റിൽ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വേണം. കണ്ടോ, നമ്മൾ റിവേഴ്സ് ബയസ് വരയ്ക്കുമ്പോൾ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അവലാഞ്ചിക്ക് വേണം. സെനറിനാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ക്യാരിയാണ്, അതുകൊണ്ട് തന്നെ അതിന് വളരെ ചെറിയൊരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മതി. ഓക്കെ, ഈ ഡയഗ്രാം ഇങ്ങനെ ഓർത്തു വെക്കണേ. അപ്പോൾ എയും സെറ്റും. അപ്പോൾ നമുക്കൊന്ന് ഡിഫറൻസസ് നോക്കി നോക്കാം, സെനർ എന്താണ്, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്താണെന്നുള്ളതിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗണിനകത്ത് എന്താണ് മെക്കാനിസം എന്നറിയാമോ? അവിടെ ക്വാണ്ടം ടണലിംഗ് ആണ് അവിടെ നടക്കുന്നത്. സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ക്വാണ്ടം ടണലിംഗ് ആണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു ചെറിയൊരു ഡിപ്ലീഷൻ വിഡ്ത്ത് എവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും അതങ്ങോട്ട് നല്ലൊരു ഇലക്ട്രിക് ഫീൽഡ് വരികയും അവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസിനെയൊക്കെ നോക്ക് ഔട്ട് ചെയ്യുകയും അവിടെ പെട്ടെന്ന് ഒരു ക്വാണ്ടം ടണലിംഗ് ആണ് അവിടെ ഉപയോഗിക്കുന്ന മെക്കാനിസത്തിന് പറയുന്ന പേര്. ഓക്കെ, അവലാഞ്ചി ബ്രേക്ക് ഡൗണിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പറഞ്ഞല്ലോ വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. ഡിപ്ലീഷൻ വിഡ്ത്ത് വളരെ കൂടുതലാവുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കണം. ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞ് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ, അവിടെ ഒരു ഇമ്പാക്റ്റ് അയോണൈസേഷൻ ഉണ്ടാവും, അതായത് കൊലീഷൻ ഉണ്ടാവും. കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ജനറേറ്റ് ആവുമല്ലോ. ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ കുറേശ്ശെ ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്ത് ഇത് പോയിട്ട് വാലൻസ് ഇലക്ട്രോൺസിനെയും കൊളൈഡ് ചെയ്ത് അങ്ങനെ കൂടുതൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസിനെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കൊളൈഡ് ചെയ്ത് വാലൻസ് ഇലക്ട്രോൺസിനെ നോക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അയണൈസേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. ആറ്റം അയൺസ് ആയി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് അയണൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാം കൂടെ കൊലീഷൻ കാരണം ഉണ്ടാവുന്ന അയണൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. വെറും അയണൈസേഷൻ അല്ല, ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്ന് കണ്ടാൽ മാത്രം ഇവിടെ അവലാഞ്ചിയുടെ ബ്രേക്ക് ഡൗണിൻ്റെ ഉത്തരവുള്ളൂ കേട്ടോ. ചിലപ്പോൾ ചോദിക്കാറുണ്ട് അവലാഞ്ചി ബ്രേക്ക് ഡൗണിന് റീസൺ എന്താണ്, വാട്ട് ഇസ് എ ഫിനോമിനൻ ബിഹൈൻഡ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചിട്ട് അതിൻ്റെ ചോയ്സസ് ആയിട്ട് അയണൈസേഷൻ എന്ന് തരും. അയണൈസേഷൻ അല്ല, പിന്നെ കൊലീഷൻ എന്ന് തരും. അവിടെ കൊലീഷനാണ് ആൻസർ. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പം ഇമ്പാക്റ്റ് അയണൈസേഷൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് അയണൈസേഷൻ ആണ് ഉത്തരം. പക്ഷെ വെറും അയണൈസേഷൻ തന്നിട്ട് കൊലീഷൻ
എന്നും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം കൊലീഷൻ ആണ് കേട്ടോ. അപ്പോൾ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. പെട്ടെന്നൊരു അവലാഞ്ചെ പോലെ, പെട്ടെന്നൊരു മഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നത് പോലെ പെട്ടെന്ന് കുറേ ഇലക്ട്രോൺസുകൾ അങ്ങനെ പെട്ടെന്ന് വരികയാണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ വോൾട്ടേജ് റേഞ്ച്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് റേഞ്ച് എത്രയാണ്? സെനറിനാണെങ്കിൽ >6 ആണ്, അവലാഞ്ചാക്കാണെങ്കിൽ >6 ആണ്. വളരെ ഹൈ വോൾട്ടേജ് വേണം കേട്ടോ. അതായത് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, എ ഇതാണ്, ഇത് സെഡ് ആണ്. ഹൈ വോൾട്ടേജ് സെനറിന് അവലാഞ്ചിക്ക് വേണം, സെനറിന് കുറച്ചും കൂടെ ചെറുത് മതി, 6 വോൾട്ടേജിന് കുറവ് മതി. ഓക്കെ, ഇനി ഡോപ്പിംഗ് ലെവലോ? സെനർ ആണെങ്കിൽ ഹെവിലി ഡോപ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ലോ വോൾട്ടേജ് മതി അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. ഇത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അടുത്തത് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്തോ? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് വളരെ തിന്നാണ്. അതെന്തുകൊണ്ടാണ്? ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് തിന്നായിട്ടുള്ള ഡിപ്ലീഷൻ ലെയർ ആയിരിക്കും. ഇനി അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആകത്താണെങ്കിലോ നല്ല വൈഡ് ആയിട്ടുള്ള ഡിപ്ലീഷൻ ലെയർ ആയിരിക്കും. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസോ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, അതായത് ഇതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താ ചെയ്യുക? കൂടും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഡിപ്പെൻഡൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി സെനറിൻ്റെ കാര നോക്കുമ്പോൾ ഷാർപ്പായിട്ടുള്ള കർവ് അല്ലേ ഇവിടെ? ഓക്കെ, അവലാഞ്ചിക്ക് അത്ര ഷാർപ്പല്ല. ഓക്കെ, അപ്പോൾ ഷാർപ്പ് കർവ് ബ്രേക്ക് ഡൗൺ ആണ് സെനറിന്, അവലാഞ്ചിക്ക് ലെസ് ഷാർപ്പ് കർവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുന്നതോടുകൂടി നമുക്കിനി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. 6 വോൾട്ടിന് താഴെ ആവുമ്പോൾ നമ്മൾ പറഞ്ഞു സെനർ ആണെന്നും 6 വോൾട്ടിന് മുകളിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുമ്പോൾ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആണ് അവിടെ മെക്കാനിസം എന്നും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 6 വോൾട്ടിന് അടുത്തൊരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വന്നിട്ട് അവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് കോഎഫിഷ്യൻറ്റും അല്ല, പോസിറ്റീവ് കോഎഫിഷ്യൻറ്റും അല്ല. ആക്ച്വലി സെനർ ഇഫക്റ്റും അവലാഞ്ചി എഫക്റ്റും രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ 6 വോൾട്ടേജിൻ്റെ അടുത്തുള്ളൊരു വോൾട്ടേജാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി 6 വോൾട്ടിന് നല്ല താഴെയാണെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്നാണെന്ന് എഴുതുക. ഇവിടെ 6 വോൾട്ടിന് മുകളിലാണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്നും എഴുതുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. The knee current of a silicon diode is 2 milliampere. If the circuit current is 1 milliampere, the diode operates. ഓക്കെ, അപ്പോൾ ഒരു സിലിക്കൺ ഡയോഡിൻ്റെ നീ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വോൾട്ടേജിനെയാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് VK എന്ന് പറയുന്നത്, നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോഴുണ്ടാവുന്ന കറണ്ടിനെയാണ് നീ കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 2 milliampere ആണ് അതിൻ്റെ കറണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 milliampere ആണെങ്കിൽ സർക്യൂട്ട് കറണ്ട് 1 milliampere ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് താഴെ. ഓക്കെ, ബിലോ നീ റീജിയൻ ആണ് അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ബിലോ ദ നീ കറണ്ട് ദ ഡയോഡ് വോൾട്ടേജ് ഇസ് നോട്ട് സ്റ്റേബിൾ, ഇറ്റ് ഇസ് നോട്ട് ഫുള്ളി കണ്ടക്ടിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബി ആണ് ഉത്തരം. ബിലോ ദ നീ റീജിയൻ ആണ് ഇവിടെ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ചോദ്യം. The temperature coefficient of a silicon diode's forward voltage drop is approximately. അപ്പോൾ ഒരു ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എത്രയാണ് സിലിക്കൺ ഡയോഡിൻ്റെ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിക്കുക? സിലിക്കൺ ഡയോഡിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. ടെമ്പറേച്ചർ കൂടുന്തോറും വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. ഓക്കെ, എത്ര വെച്ചിട്ടാണ് കുറയുക? 2 millivolt per degree Celsius ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കണേ. -2 millivolt per degree Celsius ആണ്. ഇത് മാറാത്ത ഒരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 2 millivolt per degree Celsius ആണ് നമ്മുടെ സിലിക്കൺ ഡയോഡിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. പെർ ടെമ്പറേച്ചർ കൂടുന്തോറും 2 millivolt വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത ചോദ്യം. In a diode, saturation current IS doubles for every 10 degrees Celsius rise in the temperature. ഓക്കെ, അതും കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ചെയ്യും. എങ്ങനെ? ഈ ഡബിൾസ് ഫോർ എവറി 10 degree Celsius റൈസ് ഇൻ ടെമ്പറേച്ചർ. 10 degree Celsiusന് പകരം 10 degree Kelvin എന്ന് കൊടുക്കാം, 10 degree Fahrenheit എന്ന് കൊടുക്കാം. അതൊന്നുമല്ല, 10 degree Celsius ആണ്. 10 degree Celsiusന് എന്താണ് സംഭവിക്കുക? 10 degree Celsius കൂടുമ്പോൾ സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ആവും. ഓക്കെ, ഇങ്ങനെയാണത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അതെന്തുകൊണ്ടാണ്? കാരിയർ ജനറേഷൻ അവിടെ കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കാരിയേഴ്സ് കൂടും, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സാച്ചുറേഷൻ കറണ്ട് കൂടും. സാച്ചുറേഷൻ കറണ്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആവും കേട്ടോ. അടുത്ത ചോദ്യം. The breakdown in a Zener diode is caused mainly by. അപ്പോൾ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മുമ്പ് നമ്മളൊരു ടേബിൾ കണ്ടതാണ് അല്ലേ, ഡിഫറൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇമ്പാക്റ്റ് അയണൈസേഷൻ ആണോ? അല്ല, അത് അവലാഞ്ചിയുടെ കോസാണ് കേട്ടോ.
അപ്പോൾ ബ്രേക്ക് ഡൗൺ ഇൻ സെനർ എന്തുകൊണ്ടാണ്? ടണലിംഗ് ഓഫ് ഡയോഡ്സ് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഒക്കേഴ്സ്, സെനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഒക്കേഴ്സ് ഇൻ ഹെവിലി ഡോപ്ഡ് ഡയോഡ്സ് ഡ്യൂ ടു ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് across a narrow depletion region at low reverse voltages, typically less than 5, less than 6 എന്നൊക്കെ കാണാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, the difference between Zener breakdown and avalanche breakdown is both are same. അല്ല, avalanche occurs at high voltage and Zener occurs at high voltage and avalanche at low. അല്ല അല്ലേ, നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? അവലാഞ്ചെ ആണ് ഹൈ, Zener ആണ് ലോ. അപ്പോൾ ഇത് തെറ്റാണ്. Zener occurs at low voltage due to tunneling, avalanche at high voltage due to impact ionization. അത് കറക്റ്റ് ആണ് കേട്ടോ. avalanche occurs at low voltage due to tunneling, അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ സെനർ ബ്രേക്ക് ഡൗണിൽ ലോ വോൾട്ടേജ് ആണ്, ഹെവി ഡോപ്പിംഗ് ആണ്, ടണലിംഗ് ആണ്. ഓക്കെ, അവലാഞ്ചയ്ക്കകത്ത് എങ്ങനെയാണ്? അവലാഞ്ച് ബ്രേക്ക് ഡൗണിനകത്ത് ഹൈ വോൾട്ടേജ് ആണ്, ലൈറ്റ് ഡോപ്പിംഗ് ആണ്, ഇമ്പാക്റ്റ് അയണൈസേഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, Zener voltage mainly depends on, Zener voltage എന്തിനാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണോ, ടെമ്പറേച്ചർ ആണോ, ഫോർവേഡ് കറണ്ട് ആണോ, ഡയോഡ് സൈസ് ആണോ? ഓക്കെ, അപ്പോൾ സെനർ വോൾട്ടേജ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് നമുക്കറിയാം അത് ഡയോഡ് സൈസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡയോഡ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സെനർ ഡയോഡ്സ് സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സിലിക്കൺ ആണ് സെനർ ഡയോഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത് ഫോർവേഡ് കറണ്ട് ആണോ? ഫോർവേഡ് കറണ്ടോ ആയിട്ട് അതിന് ബന്ധമില്ല, കാരണം റിവേഴ്സ് ബ്രേക്ക് ഡൗണിലാണ് ഇത് വർക്ക് ചെയ്യുക. ടെമ്പറേച്ചർ ആണോ? അല്ല, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻസിന് നാരോ ഡിപ്ലീഷൻ ലെയേഴ്സ് ഉണ്ടാവും, ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടാവും. സെനറിന് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിങ്ങനെ ഓർത്തോർത്ത് എപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻ ആണെങ്കിൽ നാരോ ഡിപ്ലീഷൻ ലെയർ ആണ്. ആ കോൺസെപ്റ്റ് മനസ്സിലായ ഈ സംഭവം വേഗം കിട്ടും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് എ 5.6 വോൾട്ട് സെനർ ഡയോഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി, നമ്മൾ പഠിച്ചു 5.6 വോൾട്ട് എന്ന് പറയുമ്പോൾ 6 വോൾട്ടിനോട് അടുത്ത് വന്നല്ലോ. അപ്പോൾ സെനറിൻ്റെ ഇഫക്റ്റും അല്ല അവിടെ വരുന്നത്, അവലാഞ്ചയുടെ ഇഫക്റ്റും അല്ല. ഓക്കെ, രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് അവിടെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 0 ആണെന്ന് പറയാം. സെനർ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ആണെന്നും അവലാഞ്ചി ആണെങ്കിൽ പോസിറ്റീവ് ആണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇത് ഓൾമോസ്റ്റ് സെനറിൻ്റെ ഭാഗത്തേക്കും വരില്ല. ലെസ് ദാൻ 6 ഒക്കെ വന്നാൽ നമുക്ക് സെനർ എന്ന് പറയാം. ഗ്രേറ്റർ ദാൻ 6 വന്നാൽ അവലാഞ്ചി എന്ന് പറയാം. 5.6 എന്ന് പറയുമ്പോൾ ഏകദേശം അതിനടുത്തൊക്കെ വരുന്നുണ്ട്, ഒരു മിഡ് പോയിന്റിന് അടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 0 ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത് പ്രിസിഷൻ റെഗുലേറ്റേഴ്സിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക. ഇറ്റ് ഈസ് നിയർലി 0 കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ സെനർ റെഗുലേറ്റർ ഇഫ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, സെനർ കറണ്ടിന് എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം എന്താണ് ഒരു സെനർ റെഗുലേറ്റർ എന്ന് പറയുന്ന ആൾ കേട്ടോ. അപ്പോൾ ഒരു അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടേക്ക് ഒരു റെസിസ്റ്റൻസ്, സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ലോഡും ഉണ്ടാവും. അപ്പോൾ ഈ ലോഡിലേക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് VO എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. VO എന്ന് പറയുന്നത് എന്തായിരിക്കും? IL × RL ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജ് VO എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സെനർ പിടിച്ച് തിരിച്ചു വയ്ക്കും. ഓക്കെ, റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യുന്ന പോലെ ഒരു VZ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ള IZ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സെനർ അവിടെ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഈ RS എന്ന് പറയുന്ന സീരീസ് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പേര് IS എന്നാട്ടോ. ഈ IS എന്ന് പറയുന്ന സപ്ലൈ കറണ്ട് അല്ലെങ്കിൽ സീരീസ് കറണ്ട് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് IZ + IL ആണ്. ഓക്കെ, അത് ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് IZ ഉം IL ഉം ആയിട്ട് മാറിയല്ലോ. അപ്പോൾ IZ + IL ആണ്. ഈ IS എന്ന് പറയുന്ന ആൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് കൂടാം. ഓക്കെ, VI എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യാം. അതനുസരിച്ചിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന് മാറ്റം സംഭവിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ VI കൂടുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനറിലൂടെയുള്ള VZ കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ IZ നമ്മൾ എന്ത് ചെയ്യും? IZ കൂട്ടും. ഓക്കെ, VZ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ VI കൂടുമ്പോൾ ആ ഡ്രോപ്പ് മുഴുവൻ വരാൻ പോകുന്നത് എവിടെയാണ്? RSലാണ് ആ ഡ്രോപ്പ് മുഴുവൻ വരിക. ഓക്കെ, എക്സ്ട്രാ ആയിട്ടുള്ള വരുന്ന ഡ്രോപ്പ് വരാൻ പോകുന്ന RSലാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് VO എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട്, ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട്, റെഗുലേറ്റഡ് ആയിട്ട് നിൽക്കും. ഇനി VI ഇപ്പോൾ കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ കറണ്ട് ത്രൂ സെനർ എന്ത് ചെയ്യും? അതും കുറയും. VZ അപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക? VO ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കും.
ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുക. വി ഐ കൂടുമ്പോൾ ഐ സെഡ് കൂടുകയും വി ഐ കുറയുമ്പോൾ ഐ സെഡ് കുറയുകയും ചെയ്യുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻസിന് സെനർ കറണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്നിട്ട് ഇങ്ങനെയാണ് സെനർ റെഗുലേഷൻ തരുന്നത് കേട്ടോ. അപ്പോൾ സെനർ കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ അവിടെ. അപ്പോൾ ടോട്ടൽ സപ്ലൈ കറണ്ട് എന്താണ്? ടോട്ടൽ ലോഡ് കറണ്ട് പ്ലസ് സെനർ കറണ്ട് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് റൈസസ്, മോർ കറണ്ട് ഫ്ലോസ് ത്രൂ സെനർ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അടുത്ത ചോദ്യം ഇത് തന്നെ. ഇവിടെ ലോഡ് കറണ്ട് കൂടിയ എന്ത് സംഭവിക്കുന്നു? ലോഡ് കറണ്ട് കൂടിയ എന്താ സംഭവിക്കുക? ഐ എസ് എന്താണെന്നാണ് പഠിച്ചത് നമ്മൾ? ഐ സെഡ് പ്ലസ് ഐ എൽ ആണെന്നല്ലേ പഠിച്ചത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഐ എസിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ ശ്രമിക്കും. ഓക്കെ, ഐ എസിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ ഐ സെഡ് കുറഞ്ഞാൽ പോരെ. അപ്പോൾ ഐ എസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയില്ലേ. ഐ എസ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? ഐ എസിലൂടെയുള്ള ആർ എസ് എന്ന് പറയുന്ന സീരീസ് റെസിസ്റ്റൻസിലൂടെയുള്ള ഡ്രോപ്പ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയി, അതുകൊണ്ട് തന്നെ വി ഒ കോൺസ്റ്റന്റ് ആവും. ഓക്കെ, ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നീക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐ എൽ കൂടുമ്പോൾ, ലോഡ് കറണ്ട് കൂടുമ്പോൾ സെനർ കറണ്ടിനെ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ സെനർ കറണ്ട് തനിയെ കുറയാണ് അവിടെ ചെയ്യുക കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്? സെനർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ലോഡ് ഡ്രോസ് മോർ കറണ്ട്, ലെസ് കറണ്ട് റിമെയിൻസ് ഫോർ സെനർ ഡയോഡ് സിൻസ് ടോട്ടൽ കറണ്ട് ഇസ് കോൺസ്റ്റന്റ്. ദിസ് കീപ്സ് എ വോൾട്ടേജ് സ്റ്റഡി. അപ്പോൾ ഐ എൽ കൂടുമ്പോൾ ഇത് സംഭവിക്കും. ഐ എൽ എന്ന് പറയുന്ന ലോഡ് കറണ്ട് കുറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഐ സെഡ് എന്ന് പറയുന്ന സെനർ കറണ്ട് കൂടും കേട്ടോ. എന്നാലേ ഐ എസ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അവിടുത്തെ മെക്കാനിസം. അടുത്ത ചോദ്യം, the maximum Zener current for a 5 volt 500 milliwatt diode is. അപ്പോൾ വാട്ടും തന്നിട്ടുണ്ട് വോൾട്ടും തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാലോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പോൾ ഇത് സെനറിൻ്റെ ആയതുകൊണ്ട് വി സെഡ് ഇൻറ്റു ഐ സെഡ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ പവറും തന്നിട്ടുണ്ട്, 500 മില്ലി വാട്ട് തന്നിട്ടുണ്ട്, അതേപോലെ വി സെഡ് എന്ന് പറയുന്ന 5 വോൾട്ട് തന്നിട്ടുണ്ട്. കറണ്ട് നമുക്ക് അറിയില്ല, ഐ സെഡ് അറിയില്ല. അപ്പോൾ ഐ സെഡ് എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ 5. പക്ഷേ ഇത് മില്ലി വാട്ട് ആണെന്നും ഇത് വോൾട്ട് ആണെന്നും ഓർക്കുക കേട്ടോ. 500/5 എന്ന് പറയുമ്പോൾ ഇത് 100 മില്ലി ആംപിയർ എന്ന് വരും. ഓക്കെ, 100 മില്ലി ആംപിയർ. ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഫോർ പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് എ സെനർ റെഗുലേറ്റർ സെനർ കറണ്ട് മസ്റ്റ് ബി. ഓക്കെ, സെനർ കറണ്ട് എന്തായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സെനർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെനറിലെ നീ കറണ്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ? സെനറിൽ നമ്മൾ നീ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തുമ്പോഴുള്ള ഇവിടെയുള്ള ഒരു വി സെഡ് ഉണ്ടല്ലോ. വി സെഡ് എന്ന് പറയുന്ന വോൾട്ടേജ്, സെനർ വോൾട്ടേജ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ വരുന്ന ആ ജസ്റ്റ് ബ്രേക്ക് ഡൗണിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന മിനിമം കറണ്ടിനെയാണ് ഈ നീ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഐ സെഡ് കെ എന്ന് പറയും. കാരണം സെനറിൽ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഐ സെഡ് കെ എന്നാണ് അതിനെ പറയുക. അതെന്താണ്? സെനറിൻ്റെ നീ കറണ്ട്. ഓക്കെ, അപ്പോൾ നീ കറണ്ട് ഇസ് എ മിനിമം കറണ്ട് റിക്വയർഡ് ടു കീപ് ഡയോഡ് ഇൻ ബ്രേക്ക് ഡൗൺ. ഓക്കെ, അതിനെയാണ് നീ കറണ്ട് എന്ന് പറയുന്നത്. ബിലോ ദിസ് വോൾട്ടേജ് റെഗുലേഷൻ ഫെയിൽസ്. ഓക്കെ, ഇതിലും ചെറുതാവാൻ പാടില്ല. ഇതിലും ചെറുതായ വോൾട്ടേജ് റെഗുലേഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ റെഗുലേഷൻ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുന്ന മിനിമം കറണ്ടിനെയാണ് ഈ ഐ സെഡ് കെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ഓപ്പറേഷൻ നടക്കാൻ, സെനർ റെഗുലേറ്റർ പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യണം. റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? സെനർ കറണ്ട് നീ കറണ്ടിന് മുകളിൽ വേണം. ഓക്കെ, നീ കറണ്ട് മിനിമം കറണ്ടാ, അതിൻ്റെ താഴേക്ക് പോകരുത്, അതിൻ്റെ മുകളിലേക്ക് വേണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ നീ കറണ്ട് ആയിരിക്കണം. എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, a 5.6 volt Zener diode is used to regulate the voltage across a 1 kilo ohm load. The supply voltage is 12 volt. Series resistor is 470 ohm. Find the Zener current. Zener current നമ്മൾ കണ്ടുപിടിക്കണം. Zener current കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് ഇതാണെന്നറിയാം. സെനറിൻ്റെ തലകുത്തി വെച്ചിട്ടുള്ള സെനർ എന്ന് പറയുന്നത് ആൾ ഇവിടെയാണെന്നറിയാം. 5.6ൻ്റെ സെനറാണെന്നറിയാം കേട്ടോ. 5.6 വോൾട്ട് ആണെന്നറിയാം. പിന്നെ ലോഡ് എന്ന് പറയുന്ന ആൾ എത്രയാണ്? 1 കിലോ ഓമിൻ്റെ ലോഡാണ്. സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. പിന്നെ എന്താ അറിയാം? സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് എന്ന് പറയുന്നത് 470 ഓം ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. സെനർ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സെനർ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഐ എസ് എന്ന് പറയുന്നത് ഐ സെഡ് പ്ലസ് ഐ എൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഐ എല്ലും ഐ സെഡും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
IL ഉം IS ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ IZ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ IL എങ്ങനെ കണ്ടുപിടിക്കാം? IL എന്ന് പറയുന്ന ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഈ 5.6 വോൾട്ട് ആണ് ഇവിടെ വരാൻ പോകുന്നത്, ലോഡിലും വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ 5.6 വോൾട്ട് ഡിവൈഡ് ബൈ 1 കിലോ ഓം ചെയ്താൽ പോരെ. അപ്പോൾ 5.6 ഡിവൈഡഡ് ബൈ 1 കിലോ ഓം VZ/RL ചെയ്താൽ 5.6 മില്ലി ആംപിയർ കിട്ടി, ലോഡ് കറണ്ട് കിട്ടി. ഓക്കെ, ഇനി സപ്ലൈ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? IS എന്ന് പറയുന്ന സീരീസ് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? IS എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആണ്, ഇവിടെ വരുന്ന വോൾട്ടേജ് 5.6 ആണ്. അപ്പോൾ 12 മൈനസ് 5.6 ഡിവൈഡഡ് ബൈ 470 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 12 മൈനസ് 5.6 ഡിവൈഡഡ് ബൈ 470 ചെയ്യുമ്പോൾ 13.6 മില്ലി ആംപിയർ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലൂടെ പോകുന്ന കറണ്ട് കിട്ടില്ലേ? IS മൈനസ് IL ചെയ്താൽ 13.6 മൈനസ് 5.6 ചെയ്താൽ 80 മില്ലി ആംപിയർ കിട്ടും, 8 മില്ലി ആംപിയർ കിട്ടും. അപ്പോൾ C ആണ് ഇവിടെ ഉത്തരം കേട്ടോ, 8 മില്ലി ആംപിയേഴ്സ് ആണ് ഉത്തരം. സ്റ്റെപ്പുകൾ മനസ്സിലായല്ലോ. അതായത് നമ്മൾ IS ഉം IL ഉം ആദ്യം കണ്ടുപിടിക്കണം, IZ അങ്ങനെ IZ എന്ന് പറഞ്ഞാൽ IS മൈനസ് IL വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. IZ എന്തുകൊണ്ടാണ് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, സെനറിൻ്റെ റെസിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. ഇവിടെ റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ തന്നിട്ടുണ്ട്. RSൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വോൾട്ടേജും നമുക്കറിയാം, രണ്ട് ലീഡിലുള്ള ടെർമിനൽസിലുള്ള വോൾട്ടേജും അറിയാം, ടെർമിനൽ വോൾട്ടേജസും അറിയാം, അതിലൂടെയുള്ള റെസിസ്റ്റൻസും അറിയാം. അപ്പോൾ പിന്നെ കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ലോഡിൻ്റെ റെസിസ്റ്റൻസും അറിയാം, അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും അറിയാം. അപ്പോൾ അവിടെയും കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് സെനറിൻ്റെ കറണ്ട് കണ്ടുപിടിച്ചൂടെ. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A diode with a dynamic resistance of 5 ohm passes 20 milliampere current. Find the voltage across it if the threshold is 0.7 volt. എന്താണ് ഈ ത്രെഷോൾഡ് വോൾട്ടേജ്? അന്ന് മനസ്സിലായില്ലേ? 0.7 വോൾട്ട് എന്ന് തന്നപ്പോൾ ഇതാണ് ഈ ത്രെഷോൾഡ് വോൾട്ടേജ് VT എന്ന് പറയുന്നത് കേട്ടോ. അതിന് ഈ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ 0.7 വോൾട്ട് വരെ അത് അനങ്ങിയിട്ടില്ല. അപ്പോൾ ആ 0.7 വരെയുള്ള കാര്യവും നമ്മൾ എടുക്കണം. ഓക്കെ, ആദ്യമേ തന്നെ ഈ 20 മില്ലി ആംപിയർ ഒന്നും പാസ് ചെയ്യണില്ല. അതിന് ഡൈനാമിക് റെസിസ്റ്റൻസ് 5 ഓം ഉണ്ടെന്ന് പറയുന്നത് തന്നെ എവിടെ വെച്ചിട്ടാണ്? ആ നീ വോൾട്ടേജ് കഴിഞ്ഞിട്ടാണ് ഡൈനാമിക് റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഡൈനാമിക് റെസിസ്റ്റൻസ് ത്രെഷോൾഡിന് താഴെയല്ല, ത്രെഷോൾഡിന് മുകളിലാണ് മെഷർ ചെയ്യുക. അപ്പോൾ ത്രെഷോൾഡ് വരെ 0.7 വോൾട്ട് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 5 ഓം വെച്ചിട്ടാണ് നമ്മുടെ ഡൈനാമിക് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ലീനിയർ ആണെന്നും ഇവിടെ ഡൈനാമിക് റെസിസ്റ്റൻസ് 5 ഓം ഉണ്ടെന്നും 20 മില്ലി ആംപിയർ കറണ്ട് ഉണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ വോൾട്ടേജ് എത്രയായി? വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു 20 മില്ലി ആംപിയർ കറണ്ട് ഇൻറ്റു 5 ഓം. അതിന് മുമ്പ് ഒരു 0.7 വോൾട്ട് പാസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് വോൾട്ടേജും ഇത് കറണ്ടും ആണെങ്കിൽ 0.7 പ്ലസ് 20 മില്ലി ആംപിയർ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 0.7 പ്ലസ് 0.1. 0.1 എങ്ങനെ കിട്ടി? 20 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഇൻറ്റു 10⁻³ ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 പ്ലസ് 20 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 100 വന്നു. 100ൽ 10⁻³ അല്ലേ, അതായത് 1, 2, 3. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ 0.1 എന്ന് വരും. അപ്പോൾ 0.8 വോൾട്ട് മൊത്തം വരും കേട്ടോ. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. അതായത് വോൾട്ടേജ് ഇസ് ഗിവൺ ബൈ V ത്രെഷോൾഡ് പ്ലസ് കറണ്ട് ഇൻറ്റു ഡൈനാമിക് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. A silicon diode has a barrier potential of 0.7 volt. If the current through it is 5 milliampere and dynamic resistance is 10 ohm, find the voltage across this. This is the same നമ്മൾ ഇപ്പോൾ കണ്ട സാധനം തന്നെയാണ്. V is equal to VB plus I into RT ചെയ്താൽ മതി. ഓക്കെ, വാല്യൂസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 ആണെന്ന് പറയുന്നു. അതാണ് ഈ ത്രെഷോൾഡ് വോൾട്ടേജ് 0.7 ആണ്. കറണ്ട് എത്രയാണ്? 5 മില്ലി ആംപിയർ ആണ്. 5 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 5 × 10⁻³ ആണ്, ഇൻറ്റു 10 ഓം ആണ്. ഓക്കെ, ഇൻറ്റു 10 ഓം ചെയ്തപ്പോൾ 0.7 പ്ലസ് 0.05 കിട്ടി, 0.75 വോൾട്ട് നമുക്ക് കിട്ടും ഉത്തരമായിട്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് അവസാനത്തെ ചോദ്യമാണ് ഈ സെക്ഷൻ്റെ. അപ്പോൾ ഇതും ഡൈനാമിക് റെസിസ്റ്റൻസിനെ കുറിച്ച് തന്നെയാണ്. For a diode, when current changes from 1 milliampere to 11 milliampere, the voltage changes from 0.6 volt to 0.7 വോൾട്ട്. അതായത് എന്താ പറയുന്നത്? കറണ്ട് എന്ന് പറയുന്ന ആള് ഇതാണ് കറണ്ട് കേട്ടോ. 1 മില്ലി ആംപിയറിൽ നിന്ന് 11 മില്ലി ആംപിയേഴ്സ് വരെ മാറിയപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്? വോൾട്ടേജ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, വോൾട്ടേജ് എന്ത് സംഭവിച്ചു? 0.6 വോൾട്ടിൽ നിന്ന് 0.7 വോൾട്ടായി മാറി. അതായത് ഇതാണ് ചോദിക്കുന്നത്. ഈ
സ്ലോപ്പാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലോപ്പിൻ്റെ ഫൈൻഡ് ദി ആവറേജ് ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ഐയും ഇവിടെ ഡെൽറ്റ വിയും ഇവിടെയാണ് വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ലോപ്പിൻ്റെ ഇൻവേഴ്സ് ആണ് ശരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകണം? ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വി ആണ്. പക്ഷേ ഡൈനാമിക് റെസിസ്റ്റൻസ് ആർ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഐ ആണ്. ദിസ് ഇസ് 1 ബൈ സ്ലോപ്പ് ഓഫ് വി ഐ ക്യാരം. ഓക്കെ, എന്ന് വെച്ചാൽ 1 ബൈ സ്ലോപ്പ് എന്ത് കിട്ടും? നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 0.1 വോൾട്ട്. ഈ ഡെൽറ്റ ഐ എന്ന് പറയുന്ന വ്യത്യാസം എത്രയാണ്? 11 - 1 എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ. അപ്പോൾ 0.7 - 0.6 0.1 കിട്ടി, 10 മില്ലി ആംപിയറും കിട്ടി, എന്ന് വെച്ചാൽ 0.01 കിട്ടി. അപ്പോൾ 10 ഓം. 0.1 ബൈ 0.01 എന്ന് പറയുന്നത് 10 ഓം ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ നല്ലോണം പഠിച്ചെടുക്കുക. എല്ലാ ടെസ്റ്റുകൾക്കും വളരെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ PSC എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് PN ജംഗ്ഷൻ ഡയോഡ്സ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സെന ഡയോഡ്സ് എന്ന് പറയുന്നത്. അത് ഒരുവിധം എല്ലാ PSC ക്വസ്റ്റ്യൻസ് പേപ്പർ സെറ്റേഴ്സിൻ്റെയും ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ സെനറിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക് യു.